ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കിയാലോ? ആദ്യം അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. കൈമേരി 1 കിലോ, ചിക്കൻ 1 കിലോ, ഗരം മസാലപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, പുതിനയില, മല്ലിയില, പച്ചമുളക് 6 എണ്ണം, സവാള 7 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി 6 അല്ലി, തക്കാളി പഴുത്തത് 1, ചെറിയ ഉള്ളി 10 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം നമുക്ക് ചിക്കൻ കഴുകി വാരി വയ്ക്കാം. അതിനുശേഷം ഈ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ ചിക്കൻ മൂടി വയ്ക്കുക. പിന്നെ നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കുക. പിന്നീട് 4 സവാള അരിഞ്ഞത് ഇട്ട് വഴറ്റുക. ഈ സവാള ഏകദേശം ഗോൾഡൻ നിറമാകുമ്പോൾ അതിലേക്ക് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവ മിക്സിയിലിട്ട് ചതച്ച ശേഷം ഇതിലേക്ക് ചേർത്ത് വഴറ്റുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുക. നന്നായി ഗോൾഡൻ നിറമായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് നന്നായി വഴറ്റുക. ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി മുറിച്ചിട്ട് വഴറ്റുക. ഇത് നന്നായി ഇളക്കിയ ശേഷം മൂടി വയ്ക്കുക. ഇത് അവിടെ ഇരുന്ന് വേവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഒരു പിടി മല്ലിയില, കുറച്ച് പുതിനയില, ഒരു പിടി തേങ്ങ ഇവ 3ഉം നന്നായി മിക്സിയിലിട്ട് അരയ്ക്കുക. അല്പം വെള്ളം ചേർത്ത് അരച്ചാൽ നന്നായി അരഞ്ഞു കിട്ടും. ഇത് തക്കാളി വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ചേർത്ത് വഴറ്റുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള അല്പം ചേർത്തിട്ട് ഇളക്കുക. നമ്മുടെ പാൻ മൂടി വയ്ക്കുക. ഏകദേശം 20 മിനിറ്റ് എടുക്കും നമ്മുടെ ചിക്കൻ വേവാൻ. ഈ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ബിരിയാണി റൈസ് ഉണ്ടാക്കാം. ഇതിനു വേണ്ടി നമ്മുടെ അരി നന്നായി കഴുകിയ ശേഷം വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ട് വയ്ക്കുക. ഈ നേരം കൊണ്ട് നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വയ്ക്കാം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 4 ഏലയ്ക്ക, 2 പട്ട, 4 ഗ്രാമ്പൂ ഇവ ഇടുക. ഒരു 2 ടീസ്പൂൺ ഉപ്പ് ഇടുക. ഉപ്പ് വെള്ളത്തിൽ അല്പം മുന്നിട്ട് നിൽക്കണം. പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുക. വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് നമ്മുടെ ഡ്രെയിൻ ചെയ്ത് വെച്ച അരി ഇടുക. നമ്മുടെ ചിക്കൻ എവിടം വരെ ആയെന്ന് നോക്കട്ടെ. ചിക്കൻ വേവാറായിട്ടുണ്ട്. നമ്മുടെ വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. ചെറിയ അരി ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. അതുകൊണ്ട് വേവ് ശരിക്ക് ശ്രദ്ധിക്കണം. അരി ഒരു 1/4 വേവ് ആകുമ്പോൾ നമുക്ക് ഊറ്റി വയ്ക്കാം. ചിക്കൻ വെന്തോന്ന് നോക്കാം. ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ശരിക്കും ഡ്രൈ ആവണ്ട, അല്പം ഗ്രേവി വേണം. ഇല്ലെങ്കിൽ നമ്മൾ ദം ചെയ്യുമ്പോൾ പാത്രത്തിൽ തിക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ചിക്കനെ നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാനുള്ള പാൻ വെച്ചിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കുറേശ്ശെ ഇടുക. പിന്നെ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ്, അല്പം വറുത്ത് വെച്ചിരിക്കുന്ന സവാള, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, ഒരു സ്പൂൺ നെയ്യ്,
ഇനി അല്പം മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയിട്ട് നമ്മൾ അവിടെ ഇവിടെയായിട്ടൊക്കെ ഇട്ട് കൊടുക്കുക. വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ തുടരുക. ലാസ്റ്റ് നമ്മുടെ റൈസ് മൂടി വയ്ക്കുക. ഇനി തീ ഓൺ ചെയ്യുക. ഏകദേശം 20 മിനിറ്റ് ഒരു കുറഞ്ഞ ഫ്ലെയിമിൽ വയ്ക്കുക. നന്നായി ആവി വന്നു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. 10 മിനിറ്റ് അങ്ങനെ തന്നെ മൂടി വയ്ക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ്സ് ചെയ്യുക. നിങ്ങൾക്കിതുപോലെയുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ് കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്